കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കർശന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നു. മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കെ.എസ്.ഇ.ബി 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്കാരം വിദേശത്തുള്ള മാതാവ് തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും. ഇപ്പോൾ രാജ്കുമാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി രാജ്കുമാർ, കുട്ടിയുടെ അമ്മ ശനിയാഴ്ച എത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിലവിൽ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രാജ്കുമാർ, എങ്ങനെയാണ് ഇന്നത്തെ സമഗ്രമായ വിവരങ്ങൾ? ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അപ്ഡേഷൻ എന്ന് പറയുന്നത് അമ്മയെ ഫോണിൽ ലഭിച്ചു എന്നുള്ളതാണ്. അമ്മയ്ക്ക് വിവരങ്ങൾ കൈമാറി. പക്ഷേ ഈ മകൻ മരിച്ചു എന്നുള്ള വിവരം പൂർണ്ണമായും അവരെ ധരിപ്പിച്ചിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതൊരു ഏത് തരത്തിലായിരിക്കും അവരത് സ്വീകരിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് പൂർണ്ണമായും അറിഞ്ഞല്ലോ. ഒരുപക്ഷെ ഇനി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അമ്മ അറിയാനും സാധ്യതയുണ്ട്. അതേസമയം അവർ ജോലി ചെയ്യുന്ന ആ വീട്ടിലെ ആ അതിനോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് ഏജന്റ് വിശദീകരിച്ചു എന്നാണ് നമുക്ക് ഇക്കാര്യത്തിൽ കിട്ടുന്ന ഒരു പ്രാഥമികമായ വിവരം. എന്തായാലും മറ്റന്നാൾ അവരിവിടെ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ തീരുമാനിക്കുക. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ശാസ്താംകോട്ടയിലെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ തുടക്കത്തിൽ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി സ്കൂളിലേക്ക് സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല മിഥുൻ്റെ പൂർണ്ണമായും മരിച്ചുപോയ ആ മിഥുൻ്റെ പൂർണ്ണമായും ആ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയാണ് സർക്കാരിൻ്റെ ധർമ്മമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അടിസ്ഥാനത്തിൽ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു തുടങ്ങിയ പല ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഇനി ഈ അന്വേഷണ റിപ്പോർട്ടിലൂടെയാണ് മറുപടി ലഭിക്കേണ്ടത്. അതേസമയം തന്നെ കെ.എസ്.ഇ.ബിക്ക് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതും അന്വേഷണത്തിൻ്റെ പരിധിയിലാണെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷം രൂപയാണ് കെ.എസ്.ഇ.ബി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ കെ.എസ്.ടിയുടെ ധനസഹായം വരുന്നുണ്ട്. ഇനി സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചേർന്നിട്ടായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എങ്ങനെയായിരിക്കണം ആ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത്. ആ കുടുംബത്തിന് വീട് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഇത് വളരെ സാധു കുടുംബമാണ്. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അമ്മ ഒരു വിദേശത്തേക്ക് ഹൗസ് കീപ്പിംഗ് ജോലിക്ക് വേണ്ടി പോയത്. ഇനി ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. മിഥുൻ്റെ ഈ ഒരു അപകടമരണം എന്ന് മാത്രമേ നമുക്കിത് പറയാൻ കഴിയൂ. അതേസമയം ആർക്കൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് പോലീസ് അന്വേഷണം ഇത് കണ്ടുപിടിക്കാനായി പോലീസ് അന്വേഷണം നടക്കുന്നു. മറുഭാഗത്ത് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം നടക്കുന്നു. അതേസമയം തന്നെ കെ.എസ്.ഇ.ബിയുടെയും അന്വേഷണം നടക്കുന്നുണ്ട്. 3 അന്വേഷണം സമാന്തരമായി നടക്കുകയാണ്. അതേസമയം ഇതിൽ പോലീസിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കുമെന്ന് കൊട്ടാരക്കര റൂറൽ SP കൂടിയായ സാബു മാത്യു ഇന്ന് അവിടെ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ 3 തല ത്രിതല അന്വേഷണം പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അന്വേഷണം നടക്കുന്നു. ഇതിൻ്റെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നുള്ള കാര്യത്തിനകത്ത് പറയാൻ കഴിയൂ. ഇനി വീഴ്ച ഉണ്ടോ ഇല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കരുതുക. അതേസമയം തന്നെ മിഥുൻ്റെ ജീവന് ആ വില അത് ലഭിച്ചേ മതിയാകൂ. ആ ജീവൻ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു സ്കൂളിലും സംഭവിക്കാൻ പാടില്ല. അത് സർവതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അതേസമയം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള വ്യക്തമായ നടപടികളും അത് ആവശ്യമാണ്. ഓരോ സമയത്തും പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിനകത്ത് ഈ സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന പ്രത്യേകിച്ച് മന്ത്രി ശിവൻകുട്ടിയുടെ താല്പര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹം ഓരോ കുരുന്നുകളുടെയും കുട്ടികളുടെയും അവരുടെ സൃഷ്ടികൾ വരെ തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം കരുതലായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പൊതുവിദ്യാലയത്തിൽ ഇങ്ങനെ നമുക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത വിധം ഒരു ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു മരണം. അത് എങ്ങനെയാണെങ്കിലും ശരി തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് നമുക്കൊരിക്കലും ആ കുട്ടിക്ക് തെറ്റുപറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം അത് കുട്ടിയാണ്. സ്വാഭാവികമായും മുതിർന്നവർ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരു വിവേകം ഒരിക്കലും കുട്ടികൾക്ക് ഉണ്ടാകില്ല. അവർ സാഹസികമായിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതിൽ വരായികളെക്കുറിച്ച് അവർ ചിന്തിക്കുകയും ചെയ്യില്ല. എന്തായാലും സ്കൂളും എല്ലാവരും ഒരേപോലെ ഇക്കാര്യത്തിൽ ദുഃഖിതരാണ്. ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു മാർച്ച് നടത്തുകയും ആ മാർച്ചിലൂടെ ഇതിൽ ബന്ധപ്പെട്ട ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടു. തുടർന്നും പ്രതിഷേധവുമായി മുന്നോട്ട് വരും. ഈ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്കായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക. അവിടെ മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രതിഷേധമായിട്ട് വരികയും ചെയ്തിരുന്നു.